അസ്സലാമലൈക്കും. ഇന്ന് രാവിലെ എണീച്ചപ്പോൾ ഒരാഗ്രഹം, നല്ല മത്തി കിട്ടിയിട്ടുണ്ട്. മത്തി പൊരിച്ചതും ദോശയെ നാസ്റ്റയ്ക്ക് ആക്കാമെന്ന്. അപ്പം മത്തി മുറിച്ചെടുക്കാം. കുറേ നാളത്തേക്ക് ശേഷം വാങ്ങിയ മത്തിയാണ്. പക്ഷെ എന്തേന്നറിയില്ല, ഭയങ്കര ആഗ്രഹം. രാവിലെ എണീച്ച മുതലേ മത്തി പൊരിച്ചതും ദോശയും തിന്നാനൊരു പൂതി. അങ്ങനെ മത്തിയൊക്കെ മുറിച്ച് അത് ക്ലീനാക്കാൻ ഭയങ്കര പണിയായിരുന്നു. എനിക്ക് ഇഷ്ടമല്ലാത്തൊരു മീനും മുറിക്കാൻ ഇഷ്ടമല്ലാത്തൊരു മീനാണ്. പക്ഷെ എന്നാലും ഇന്നൊരു പൂതി വന്നത് കാരണം കുറച്ച് മത്തി വാങ്ങി. അത് ക്ലീനാക്കാന്നെങ്കിലോ ഭയങ്കരമായ പണിയാണ്. കുറേ ടൈം എടുത്തത് ക്ലീനാക്കി കിട്ടാൻ വേണ്ടി. ചെറിയ മത്തിയായിരുന്നു. അത് മുറിച്ചെടുക്കാനും അതിൻ്റെ സൈഡ് കളയാനും ചൂടി കളയാനും അങ്ങനെ ഓരോരോ ഘട്ടം ഘട്ടമായിട്ട് ചെയ്ത്. പൊരിച്ച് തിന്നാൻ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഈ മത്തി വാങ്ങിയിട്ട് മുറിക്കേണ്ട ഓർക്കുമ്പോൾ ഭയങ്കര മടിയാണ്. അങ്ങനെ കുറച്ച് ടൈമിന് ശേഷം മത്തിയൊക്കെ മുറിച്ച് കഴിയാറായി. കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ, എന്നാലും അത് ഭയങ്കര പണി തന്നെ. നമ്മൾ മത്തിയൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഒന്ന് കഴുകിയെടുക്കാം. കഴുകി മത്തി വൃത്തിയായിട്ടുണ്ട്. ഇപ്പം എല്ലാവരും ചോദിക്കും മത്തി തന്നെയാണോ ഇത്രയും പാട് വെച്ച് പൊരിക്കുന്നത്. പക്ഷെ മത്തി തിന്നാനൊരു പൂതി വന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ മത്തിയൊക്കെ വൃത്തിയായി. അതിൻ്റെ കച്ചറ നമുക്കൊന്ന് മുറ്റത്ത് തൈക്ക് കുഴിച്ചിട്ടിട്ട് വരാം. അവിടെ ഒരു ചെറിയ കൈക്കോട്ടുണ്ട്. അതോട് നമുക്ക് എന്താക്കാം, ആ മത്തിൻ്റെ വേസ്റ്റ് കുഴിച്ചിട്ട് വരാം. അത് തൈക്കൊരു വളാവുമല്ലോ, വെറുതെ കളയണ്ടല്ലോ. അപ്പം അങ്ങനെ നമുക്ക് കുഴിച്ചിട്ട് നമുക്ക് ആ പാത്രം കഴുകി ഉള്ളിൽ വരാം. പണ്ടില്ല ഉമ്മാമാർ ഇങ്ങനെ കുഴിച്ചിടുന്ന കാണലുണ്ട്. ഇപ്പോഴത്തെ ആൾക്കാർ ചാടലല്ലേ. അപ്പം ഞാൻ വിചാരിച്ച് കുഴിച്ചിടാന്ന്. അങ്ങനെ മുറ്റത്തുനിന്ന് തന്നെ പാത്രമൊക്കെ കഴുകി ഉള്ളിലേക്ക് കയറും. അപ്പം നമ്മുടെ മത്തി ക്ലിയർ ആയിട്ടുണ്ട്. നമുക്കിതെന്താക്കാം, പൊരിച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം, വേറൊന്നും ഞാനതിൽ ചേർത്തിട്ടില്ല. അതിൽ ഇഞ്ചി പേസ്റ്റ്, സിർക്ക അതൊക്കെ ചേർക്കലുണ്ട്. പക്ഷെ അതിൻ്റെ ടേസ്റ്റ് മാറുന്നത് കാരണം ഓൺലി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് മാത്രം. നല്ല പാടുപെട്ടി മത്തി പൊരിച്ചെടുക്കുമ്പോഴേക്ക് നല്ല പണിയായി. കാരണം വെച്ചാൽ അത് മുറിക്കാനും കഴുകാനും നല്ല പാടുപെട്ട്. എന്നാലും പ്രശ്നമില്ല, ഒരാഗ്രഹമല്ലേ. അങ്ങനെ ഞാൻ മത്തി പൊരിച്ചെടുക്കുന്നുണ്ടേ. വലിയ മത്തിയല്ല, ചെറിയ മത്തിയല്ല, ഒരു മീഡിയം മത്തി. പക്ഷേ നല്ല കാണാൻ തന്നെ നല്ലതുണ്ട്, മോശം മത്തിയൊന്നുമല്ല. പാത്രത്തിൽ കണക്കായിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെച്ച്. കാരണം വെച്ചാൽ ഇപ്പോൾ ഇത്ര മതി. നമുക്ക് ദോശ ചൂടാം. ദോശയിലൊക്കെ തിന്നാനാണ് ആഗ്രഹം വന്നത്. അപ്പം ദോശ ചുട്ടെടുക്കണമല്ലോ. അപ്പം നമുക്ക് അടുപ്പിൽ തന്നെ ദോശ ചൂടാം. പക്ഷെ ദോശ പരത്തിയെടുക്കാൻ, കയ്യിലോട് പരത്തിയെടുക്കാൻ അറിയില്ല. ഇങ്ങനെ പൂർന്നിട്ട് വലിക്കലാണ്. അപ്പം ഇന്ത്യൻ്റെ മാപ്പെല്ലാം ആയിട്ടുണ്ട്.
നമുക്ക് എന്നാലും കുറച്ചും കൂടെ കൂർന്ന് കൊടുക്കാം. നല്ല നേരിയ ദോശയാണ്, ആരും കളിയാക്കല്ലേ. രണ്ടടുപ്പിൽ ഒന്നൊരു പൊരിച്ചതാവുന്നുണ്ട്, ഒന്നൊരു ദോശയാവുന്നുണ്ട്. അങ്ങനെ നമുക്ക് മീൻ മറിച്ചിട്ട് കൊടുക്കാം. നല്ല പൊരിഞ്ഞ് വന്നിട്ടുണ്ട് മത്തി. നമ്മുടെ ദോശ ഇപ്പുറം ആയിട്ടുണ്ട്, നമുക്കത് മറിച്ചിട്ടിട്ട് വരാം. നമ്മുടെ കഷ്ണം പോയിട്ടാ ദോശൻ്റെ പ്രശ്നമില്ല, ശരിയാക്കി എടുക്കാം. നമുക്കത് പ്ലാസ്റ്റിക്കിലേക്ക് മാറ്റിയിടാം. എന്നാലും ആ ദോശക്ക് ദേഷ്യം തന്നെ, വീണ്ടും കഷ്ണം പോയി. അങ്ങനെ കുറച്ച് ദോശയും മത്തി പൊരിച്ചതും ഒക്കെ റെഡിയായി. പൂതി മാറ്റണമല്ലോ, നമുക്കൊന്ന് കഴിച്ച് നോക്കട്ടെ. അങ്ങനെ ഒരു 2 ദോശയും കുറച്ച് മത്തി പൊരിച്ചെടുത്ത് കഴിച്ച് നോക്കാം. നല്ല നേരിയ ദോശ. നോക്കട്ടെ, മത്തി നല്ല ഉണ്ടോ നോക്കണമല്ലോ. നല്ല മത്തി, സൂപ്പറുണ്ട് കേട്ടോ. നല്ല പൊരിഞ്ഞ മത്തി. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇനിയും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അസ്സലാമു അലൈക്കും.